ഒരു കാലത്ത് പ്രസിദ്ധമായ ഒരു ഗ്രാമമായിരുന്നു നെല്ലിപ്പറമ്പ്. അവിടെ പാരമ്പര്യമായി കാത്തുസൂക്ഷിച്ചിരുന്ന ഒരു പുരാതനമായ കരിങ്കുട്ടിസ്വാമി ക്ഷേത്രമുണ്ടായിരുന്നു. ക്ഷേത്രത്തിന് സമീപം കരിങ്കുട്ടിസ്വാമിയുടെ തികഞ്ഞ ഭക്തനായ കേശവൻ എന്നൊരാൾ താമസിച്ചിരുന്നു. കേശവനെ സംബന്ധിച്ച് സ്വാമി വെറുമൊരു ദൈവമല്ല, സ്വന്തം മകനായിരുന്നു. ഒരു രാത്രി ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ സ്ഥാപിച്ചിരുന്ന സ്വർണ്ണ വിഗ്രഹം മോഷണം പോയി. വിവരമറിഞ്ഞ ഗ്രാമം ഞെട്ടി. ഭക്തർ ദുഃഖത്തിലായി. പോലീസ് അന്വേഷിച്ചിട്ടും വിഗ്രഹത്തെക്കുറിച്ചോ കള്ളന്മാരെക്കുറിച്ചോ ഒരു വിവരവും ലഭിച്ചില്ല. എല്ലാവരും പ്രതീക്ഷ കൈവിട്ടപ്പോൾ കേശവൻ മാത്രം തളർന്നില്ല. അന്ന് രാത്രി കേശവൻ ക്ഷേത്രനടയിൽ ഒറ്റയ്ക്ക് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. എന്റെ കരിങ്കുട്ടി, നിനക്ക് സ്വന്തമായുള്ളത് നിന്റെ ഇഷ്ടമനുസരിച്ച് നീ തിരിച്ചെടുത്തെങ്കിൽ സാരമില്ല. പക്ഷേ ആരെങ്കിലും മോഷ്ടിച്ചതാണെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം തകരരുത്. അന്ന് പുലർച്ചെ ആ ഗ്രാമം കണ്ട കാഴ്ച ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. വിഗ്രഹം മോഷ്ടിച്ചവരുടേതെന്ന് കരുതുന്ന 3 പേരുടെ വീടുകൾക്ക് മുകളിൽ കറുത്ത മൺകലങ്ങൾ തലകീഴായി തൂങ്ങിക്കിടന്നു. ആ കറുത്ത മൺകലങ്ങൾ അവരുടെ പേടി സ്വപ്നമായി മാറി. എടുത്തുമാറ്റാൻ ശ്രമിച്ചാൽ അപ്രതീക്ഷിതമായ തീപിടുത്തങ്ങളോ വീട്ടിൽ അകാരണമായ കലഹങ്ങളോ ഉണ്ടായി. ഭയം കൊണ്ട് വിറച്ച മോഷ്ടാക്കൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. 3-ാം ദിവസം ആ 3 പേരും വിഗ്രഹവുമായി ക്ഷേത്രത്തിലേക്ക് ഓടിയെത്തി. എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിഗ്രഹം തിരിച്ചേൽപ്പിച്ച് അവർ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞു. ഇനിയൊരിക്കലും ഞങ്ങൾ ഇങ്ങനെ ചെയ്യില്ല. രാത്രി മുഴുവൻ കരിങ്കുട്ടി ഒരു കുട്ടിയുടെ രൂപത്തിൽ ഞങ്ങളുടെ വീടിന് ചുറ്റും നടന്ന് ഞങ്ങളെ പേടിപ്പിച്ചു. അടുത്തെങ്ങും കേൾക്കാത്ത ഭീകരമായ ചിരി കേട്ട് ഞങ്ങൾ ഉറങ്ങാതെ കിടന്നു. അവസാനം ഈ മൺകലം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഇത് വെറും മോഷണമല്ല, ദൈവകോപമാണ്. കരിങ്കുട്ടിസ്വാമിയുടെ ശക്തിയിൽ ഗ്രാമം വീണ്ടും വിശ്വാസമർപ്പിച്ചു. തൻ്റെ ഭക്തർക്ക് കാവലായും തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷയും നൽകാൻ ആ ശക്തിക്ക് കഴിയുമെന്ന് അന്ന് നെല്ലിപ്പറമ്പ് ഗ്രാമം ലോകത്തോട് വിളിച്ചു പറഞ്ഞു.